ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ മോർണിംഗ് ടാസ്ക് അവർക്ക് കുറച്ച് നേരം വൈകിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് റോബോട്ടാണോ മനുഷ്യനാണോ നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ബിഗ് ബോസിനെ കുറിച്ചാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ എല്ലാവരുടെ അടുത്ത് മധ്യത്തിലിരിക്കാൻ പറയുന്നത്. അനീഷ ഏറ്റവും തെറ്റത്താണല്ലോ ഇരിക്കുക. അപ്പോൾ എല്ലാവരോടും പറയുന്നത് നിങ്ങളെല്ലാവരും മധ്യത്തിലിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അനീഷ എന്ത് ചെയ്തു എന്നറിയോ, എല്ലാ തലവണകളും ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ആൾ ഫസ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ബാക്കിയുള്ള ഭാഗത്തൊക്കെ തലവണ നിരത്തി വെച്ച് ഫസ്റ്റ് ഇരുന്നു. അങ്ങനെ നമ്മുടെ ഷാനവാസ് പറയാണ്, എനിക്ക് അനീഷിൻ്റെ അഭിപ്രായത്തോട് വളരെ വിയോജിപ്പുണ്ട്. കാരണം ബിഗ് ബോസ് അധികം ചിരിക്കാറില്ല എന്നാണ് പറയുന്നത്. അധികം സംസാരമില്ല, അതുപോലെ ചിരിക്കുന്നില്ല, ആള് ഭയങ്കര ഗൗരവക്കാരനാണെന്ന് അനീഷ് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാണ്, ഗൗരവം നടിക്കുകയാണ് ആൾ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര എതിർപ്പുണ്ട് അനീഷ് പറഞ്ഞോട്. രണ്ട് തരം ആളാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾക്ക് ഉറങ്ങണ്ടേ, അപ്പം മറ്റാൾ എണീറ്റിരിക്കും. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മോഷണങ്ങളും നമ്മുടെ ഈ പരിപാടികളൊക്കെ കണ്ട് ആൾ പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാം പൊട്ടും, ദേഷ്യമായിട്ടും സങ്കടമായിട്ടും അല്ലെങ്കിൽ ആൾ സന്തോഷമായിട്ടൊക്കെ നമ്മുടെ അടുത്ത് കാണിക്കുന്നുണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നുണ്ട് രണ്ട് വ്യക്തികൾ തന്നെയാണ് ബിഗ് ബോസ്. ഒന്ന് സംസാരിക്കുന്നവനാണ്, രണ്ടാമത്തത് ഐഡിയ ഉള്ളവനാണെന്ന് പറയുന്നുണ്ട്. ഈ ഐഡിയക്കാരെന്ന് പറയുന്നത് 45-നും 35-ൻ്റെ ഇടയിലാണ്, അതുപോലെ സംസാരിക്കുന്ന വ്യക്തി 25-35-ൻ്റെ ഇടയിലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ മാത്രമേ സ്ട്രിക്റ്റ് കാണിക്കുന്ന ആളാണല്ല, ശരിക്കും സ്ട്രിക്റ്റ് ഉള്ള ആളെന്നല്ല, നന്നായി സംസാരിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. രണ്ട് തരം വയസ്സുള്ള ആളാണെന്ന് പറഞ്ഞു, ശുദ്ധ മലയാളം മാത്രമേ സംസാരിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. നൂറ പറയുന്നത് ബിഗ് ബോസ് 2 റൗണ്ട് നൂറ ഈ ആവർത്തിച്ച് തന്നെ പറയുകയാണ്, ഇവർ പറഞ്ഞതൊക്കെ തന്നെ. സൗണ്ട് ഇടുന്നത് വേറെ ബിഗ് ബോസ് ആണ് എന്ന് പറയുന്നു. ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 2 പേര് ഇരിക്കുന്നു എന്ന് പറയുന്നു. ഷോയ്ക്ക് വേണ്ടി സ്ട്രിക്റ്റ് ആക്കുന്നതാണ് ബിഗ് ബോസ് എന്ന് പറയുന്നു. ഭയങ്കര തമാശക്കാരനാണെന്ന് പറയുന്നു. അത് ഇവരൊക്കെ പറഞ്ഞത് ഏറ്റുപിടിച്ച് സംസാരിക്കാൻ മാത്രമേ നൂറ അവിടെ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും നൂറ അതിൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ആദില പറയുന്നത് എന്താണ്, ഇരട്ട സഹോദരന്മാരാ തോന്നുന്നുണ്ട് ഇവരെന്ന് പറയുന്നത്. ഇവർ ബിഗ് ബോസിന് നമ്മളെ സഹിക്കുന്നതിന് ഒരു അവാർഡ് തന്നെ കൊടുക്കണം എന്ന് ആദില പറയുന്നുണ്ട്. സാബുമാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്, 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ആളായിരിക്കും, നല്ല താടിയൊക്കെ നല്ല തിക്കുള്ള ആളാണ്, കുറേ ജീവിതം കണ്ട മനുഷ്യനാണ്. പിന്നെ സാബുമാൻ പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസിനെ പോലെ ആകണം എന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സാബുമാൻ പറയുന്നു കുറേ ശബ്ദം റെക്കോർഡഡ് ആണ് എന്ന് പറയുന്നു. പിന്നെ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്നു സാബുമാൻ. പിന്നെ താടിയൊക്കെ ഭയങ്കര തിക്കാണ് എന്നൊക്കെ പറഞ്ഞു. സാബുവിന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ബിഗ് ബോസിനെ പോലെ തന്നെ ആകണം എന്ന് മാത്രമാണ് ആഗ്രഹം. പക്ഷേ അക്ബറും ഇവരുടെയൊക്കെ അഭിപ്രായം തന്നെയാണ്, രണ്ടാളാണ് എന്ന് പറയുന്നു. ബാസ് ഉണ്ടാക്കി വിടുകയാണ്, ശരിക്കുള്ള ബാസ് അല്ല ബിഗ് ബോസിൻ്റെ എന്നാണ് പറയുന്നത്. ഒരു ബാഹുബലിയിലെ പൽവാൽ ദേവൻ ആണ് എന്ന് പറയുന്നത്. നല്ല വിഷനൊക്കെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ കുടവയറുണ്ട്, കുറച്ച് ചുരുണ്ടമുടിയാണ്, കഷണ്ടിയാണ്. അതും അനീഷേട്ടനോട് ഇത്തിരി എതിർപ്പുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. അനീഷേട്ടൻ പറയുന്നത് സ്ട്രൈറ്റ് മുടി എന്നാണ്, പക്ഷേ എനിക്ക് ചുരുണ്ട മുടിയാണ് എന്ന് അക്ബറും പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.